ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മുസ്ലിം സമുദായത്തിന്റെ ഭാവിയെക്കുറിച്ച് പറയുന്ന ഒരു പ്രവചനത്തെക്കുറിച്ചാണ്. ചരിത്രം അതുപോലെ തന്നെ ആവർത്തിക്കുമെന്ന് പ്രവാചകൻ ശരിക്കും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ശരി, അഹ്മദി റിലീജിയൻ ഓഫ് പീസ് ആൻഡ് ലൈറ്റിന്റെ ഒരു പ്രഭാഷണത്തെ അടിസ്ഥാനമാക്കി നമുക്കിതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കടന്നു നോക്കാം. അപ്പോ ഇതാണ് നമ്മുടെ ഈ മുഴുവൻ വിശകലനത്തിന്റെയും അടിത്തറ. ഇതിൽ പറയുന്ന കാര്യം വളരെ ലളിതമാണ്. എന്താണെന്ന് വെച്ചാൽ, മുസ്ലിങ്ങൾ അവർക്ക് മുൻപുണ്ടായിരുന്ന ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും അതേ വഴികൾ, അതേ തെറ്റുകൾ ഒരു മാറ്റവുമില്ലാതെ അതുപോലെ തന്നെ പിന്തുടരുമെന്ന്. ഈ ഒരു ആശയം മനസ്സിൽ വെച്ചോണം നമുക്ക് മുന്നോട്ടു പോകാം. ശരി, ചരിത്രം ആവർത്തിക്കുമെങ്കിൽ അതിന്റെ തുടക്കം എവിടെ നിന്നായിരിക്കും? ഈ വിശകലനമനുസരിച്ച് എല്ലാം തുടങ്ങുന്നത് വിശുദ്ധ ഗ്രന്ഥങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങളിൽ നിന്നാണ്. നിങ്ങൾ നോക്കിയാൽ കാണാം, ഖുർആൻ, പിന്നെ ബൈബിളിലെ പഴയ നിയമം, പുതിയ നിയമം, ഇവയെല്ലാം ഒരേ കാര്യമാണ് അവകാശപ്പെടുന്നത്. ഞങ്ങൾ ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ട സമ്പൂർണ്ണ ഗ്രന്ഥങ്ങളാണ്, ഇതിലൊരു മാറ്റവും വരുത്താൻ പാടില്ല എന്ന്. എന്നാൽ ഇവിടെയാണ് പ്രശ്നം. ഇങ്ങനെ സമ്പൂർണമായ ഒരു ഗ്രന്ഥത്തിന് തന്നെ പല പല പതിപ്പുകളുണ്ടാകുമ്പോൾ എന്തു ചെയ്യും? ചരിത്രത്തിലുടനീളം മതനേതൃത്വങ്ങൾ ഈയൊരു പ്രശ്നം പരിഹരിക്കാൻ ഒരേയൊരു വഴി മാത്രമേ കണ്ടിട്ടുള്ളൂ: തർക്കമുള്ള ഗ്രന്ഥങ്ങളെല്ലാം കത്തിച്ചു കളയുക. ഇവിടെയാണ് ആ ചരിത്രത്തിന്റെ ആവർത്തനം നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നത്. നോക്കൂ, 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തീയ ഗ്രന്ഥങ്ങൾ കത്തിക്കാൻ ഓർഡർ കൊടുത്തു. ഏകദേശം ഒരു 300 വർഷം കഴിഞ്ഞപ്പോൾ 3-ാം ഖലീഫയായ ഉസ്മാനും ഇതേ കാര്യം തന്നെ ചെയ്തു: ഖുറാനിന്റെ മറ്റു പതിപ്പുകളെല്ലാം ഇല്ലാതാക്കാൻ. രണ്ടു കൂട്ടരുടെയും ലക്ഷ്യം ഒന്നുതന്നെയായിരുന്നു: ഒരൊറ്റ ഔദ്യോഗിക പതിപ്പ് ഉണ്ടാക്കിയെടുക്കുക. ഇനി നമുക്ക് അടുത്ത ഒരു സമാനതയിലേക്ക് പോകാം. ഇതിനെ ഗ്രന്ഥം മാത്രം എന്ന രീതിയായിട്ടാണ് ഈ പ്രഭാഷണത്തിൽ പറയുന്നത്. പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിന്റെയൊക്കെ ഒരു അടിസ്ഥാനം തന്നെ സോലാ സ്ക്രിപ്റ്റൂറ എന്നതായിരുന്നു. അതായത്, മാർഗനിർദ്ദേശത്തിന് ബൈബിൾ മാത്രം മതി. ഇതേപോലെ ഒരു ആശയം ഇസ്ലാമിക ചരിത്രത്തിലും നമുക്ക് കാണാൻ പറ്റും, ഉമർ ഇബ്നുൽ ഖത്താബിന്റേതായി പറയുന്ന ഒരു പ്രസ്താവനയിലൂടെ. ഈ പ്രസ്താവനയുടെ അർത്ഥം വളരെ വ്യക്തമാണ്, അല്ലേ? പ്രവാചകന്റെ പിൻഗാമിയൊന്നും ആവശ്യമില്ല, ദൈവത്തിന്റെ ഗ്രന്ഥം ഞങ്ങൾക്ക് ധാരാളം മതി. അപ്പോൾ രണ്ട് മതങ്ങളിലും ദൈവം നേരിട്ട് നിയോഗിച്ചൊരു വ്യക്തിയേക്കാൾ, അല്ലെങ്കിൽ ആ മാർഗനിർദ്ദേശത്തേക്കാൾ പ്രാധാന്യം ഗ്രന്ഥത്തിനു മാത്രം കൊടുക്കുന്നൊരു ചിന്താഗതി വളർന്നു വരുന്നത് നമുക്കിവിടെ കാണാം. അപ്പോ ഗ്രന്ഥം മാത്രം മതിയെന്ന് പറയുമ്പോൾ അടുത്തൊരു ചോദ്യം വരും: ആരാണ് ആ ഗ്രന്ഥം വ്യാഖ്യാനിക്കേണ്ടത്? ഇതാണ് നമ്മളെ അടുത്ത വിഷയത്തിലേക്ക് കൊണ്ടുപോകുന്നത്: പണ്ഡിതന്മാരുടെ അധികാരവും ദൈവദൂതന്മാരുടെ അധികാരവും തമ്മിലുള്ളൊരു പോരാട്ടം. ഇതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് യേശുവും പരീശന്മാരും തമ്മിലുള്ള സംഭവമാണ്. ശബ്ബത്ത് നിയമം ലംഘിച്ചു എന്ന് പണ്ഡിതന്മാർ ആരോപിച്ചപ്പോൾ യേശുവിന്റെ മറുപടി വളരെ കൃത്യമായിരുന്നു: ഞാൻ ശബ്ബത്തിനും കർത്താവാണ്. അതായത്, എന്റെ ദൈവികമായ അധികാരം നിങ്ങൾ മനുഷ്യരുണ്ടാക്കിയ നിയമങ്ങൾക്കെല്ലാം മുകളിലാണെന്ന്. ഇനി പ്രവചനമനുസരിച്ച് ഇതേ സംഭവം തന്നെ ഒരു മാറ്റവുമില്ലാതെ ഇസ്ലാമിലും ആവർത്തിക്കുമത്രേ. വാഗ്ദാനം ചെയ്യപ്പെട്ട മഹ്ദി വരുമ്പോൾ അദ്ദേഹത്തിന്റെ കാലത്തെ മതപണ്ഡിതന്മാർ തന്നെയായിരിക്കും അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത്. എന്താ കാരണം? കാരണം ദൈവത്തിന്റെ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള മഹ്ദിയുടെ വ്യാഖ്യാനം അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഖുറാൻ തന്നെ ഇതിനെപ്പറ്റി വളരെ ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതായത്, മുൻപുള്ള ജനതകൾ അല്ലാഹുവിനെ കൂടാതെ അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും തങ്ങളുടെ നാഥന്മാരായി എടുത്തുവെന്ന്. ഇത് സൂചിപ്പിക്കുന്നതെന്താ? ഇതേ കെണിയിൽ മുസ്ലിങ്ങളും വീണുപോകാൻ സാധ്യതയുണ്ടെന്ന് തന്നെ. മനുഷ്യനുണ്ടാക്കിയ അധികാരത്തിന്റെ മറ്റൊരു സമാന്തരമാണ് ഇവിടെ കാണിക്കുന്നത്. കത്തോലിക്കാ സഭയിൽ നോക്കിയാൽ കർദിനാൾമാർ ഒരുമിച്ചുകൂടി പോപ്പിനെ തിരഞ്ഞെടുക്കുന്നു. ഇനി ഷിയ ഇസ്ലാമിലേക്ക് വന്നാൽ പുരോഹിതന്മാർ ചേർന്ന് ആയത്തുള്ളയെ തിരഞ്ഞെടുക്കുന്നു. ഈ വിശകലനം വാദിക്കുന്നതെന്താണെന്ന് വെച്ചാൽ, ഈ രണ്ട് രീതികളും ദൈവം നേരിട്ട് ഒരാളെ തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണെന്നാണ്. ശരി, അപ്പോ ഈ ഗ്രന്ഥങ്ങളെയും അധികാരത്തെയും കുറിച്ചുള്ള തർക്കങ്ങളെല്ലാം അവസാനം എവിടെയാണ് ചെന്നെത്തുന്നത്? അത് നമ്മളെ ഏറ്റവും ദുരന്തപൂർണമായ ഒരു സമാന്തരത്തിലേക്കാണ് എത്തിക്കുന്നത്. അതായത്, ദൈവം അയച്ച ദൂതന്മാരെ ജനം എങ്ങനെയാണ് നേരിട്ടത് എന്നതിലേക്ക്. ഈ ടൈം ലൈൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പണ്ട് ഒരു പുതിയ ഉടമ്പടിയുമായി വന്ന യേശുവിനെ അദ്ദേഹത്തിന്റെ സ്വന്തം ജനം തന്നെ തള്ളിക്കളഞ്ഞു. ഇനി പ്രവചനം പറയുന്നതെന്താണ്? ഭാവിയിലും ഇതേ കാര്യം ആവർത്തിക്കുമെന്നാണ്. ഒരു പുതിയ കാര്യവുമായി മഹ്ദി വരുമ്പോൾ അദ്ദേഹത്തെയും സ്വന്തം ആളുകൾ തന്നെ തള്ളിക്കളയും. പക്ഷേ ഈ തള്ളിക്കളയൽ വെറും ആശയപരമായ ഒന്നായിരുന്നില്ല. അത് വ്യക്തിപരമായ പരിഹാസത്തിലേക്കും അക്രമത്തിലേക്കും വരെ കാര്യങ്ങൾ എത്തിച്ചു. ദൈവദൂതന്മാർക്ക് നേരിടേണ്ടി വന്ന ആ പരിഹാസത്തിന്റെ രീതിയിൽ പോലും ഒരു സമാനതയുണ്ട്.
യേശുവിനെ യഹൂദന്മാരുടെ രാജാവേ എന്ന് വിളിച്ച് അദ്ദേഹത്തിന്റെ സ്വന്തം ആളുകൾ പരിഹസിച്ചു. ഇനി പ്രവചനം പറയുന്നത് നോക്കൂ. മഹ്ദി വരുമ്പോൾ അക്കാലത്തെ പണ്ഡിതന്മാർ അദ്ദേഹത്തോട് പറയും, തിരിച്ചുപോകൂ, ഞങ്ങൾക്ക് നിന്നെ ആവശ്യമില്ല എന്ന്. കണ്ടില്ലേ, ഒരേ തിരസ്കാരം, ഏതാണ്ട് ഒരേപോലത്തെ പരിഹാസം. പരിഹാസം കടന്ന് കാര്യങ്ങൾ അതിന്റെ ഏറ്റവും അവസാനത്തെ, ഏറ്റവും ക്രൂരമായ ഘട്ടത്തിലേക്ക് എത്തുന്നു: കൊലപാതകം. മുൻപയക്കപ്പെട്ട പ്രവാചകന്മാരെ അവരുടെ സ്വന്തം ആളുകൾ തന്നെ കൊന്നുകളഞ്ഞു. യേശുവിനെ കുരിശിലേറ്റാൻ അവർ ശ്രമിച്ചു. ഈ വിശകലനം പറയുന്നത് ഇസ്ലാമിന്റെ ചരിത്രത്തിലും ഈ ദുരന്തം ആവർത്തിച്ചുവെന്നാണ്. പ്രവാചകന്റെ കുടുംബാംഗങ്ങളെപ്പോലും സ്വന്തം സമുദായമെന്ന് പറയുന്നവർ തന്നെ വധിച്ചു. ശരി, അപ്പോൾ ഇത്രയധികം ചരിത്രപരമായ സമാന്തരങ്ങളൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ ഇതിനെല്ലാം ഇന്ന് എന്താണ് പ്രസക്തി? ഈ പ്രഭാഷണം ഇതിനെ ഇന്നത്തെ കാലത്തേക്കുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ വിശകലനം അവസാനിക്കുന്നത് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. പണ്ടത്തെ ജനതകൾക്ക് ദൈവത്തിന്റെ ദൂതന്മാരെ തിരിച്ചറിയുന്നതിൽ തെറ്റുപറ്റിയെങ്കിൽ അതേ വിധി നിങ്ങൾക്കും സംഭവിക്കാൻ നിങ്ങൾ തന്നെ അനുവദിക്കുമോ? ചരിത്രം വീണ്ടും ആവർത്തിക്കുമോ? അതോ ഈയൊരു ആവർത്തനത്തിൽ നിന്ന് പുറത്തുകിടക്കാൻ നമുക്ക് കഴിയുമോ? ഇത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.